ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് നാളെ തുടക്കമാവും. ഭക്തർക്കായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ ചുമതലയ്ക്കായി 3000 പോലീസുകാരെ വിന്യസിക്കും. 40 ലക്ഷത്തിലധികം ഭക്തർ പൊങ്കാല അർപ്പിക്കാനെത്തുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പൊങ്കാല മഹോത്സവത്തിനായുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ആറ്റുകാൽ ദേവീക്ഷേത്രവും പരിസരങ്ങളും. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഭക്തരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും എന്നാണ് വിലയിരുത്തൽ. ഉത്സവത്തോടനുബന്ധിച്ചുള്ള 90% പ്രവർത്തനങ്ങളും പൂർത്തിയായതായും അവസാനഘട്ട പരിശോധനകൾ നടന്നുവരുന്നതായും ആറ്റുകാൽ ദേവസ്വം ബോർഡ് ട്രസ്റ്റ് പ്രസിഡന്റ് വി ശോഭ അറിയിച്ചു. ഏവരും കാത്തിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാല നാളെ തുടങ്ങുകയാണ്. ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഏകദേശം എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു. ഇന്നലെ കളക്ടറുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അവലോകനവും കഴിഞ്ഞു. ഏകദേശം എല്ലാം ഒരു 99% അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞു. ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സുരക്ഷാ സംവിധാനമാണ് പോലീസ് ഒരുക്കുന്നത്. 2 ഘട്ടങ്ങളിലായാണ് സുരക്ഷ ഒരുക്കുക. ആദ്യഘട്ടത്തിൽ 700-ഉം രണ്ടാം ഘട്ടത്തിൽ 3000-ഉം പോലീസുകാരെ വിന്യസിക്കും. 17 മുതൽ 26 വരെ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് 2 ഘട്ടങ്ങളിലായിട്ടാണ് പോലീസിന്റെ ഡിപ്ലോയ്മെന്റ് ക്രമീകരിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 700-ഓളം പോലീസുകാരെയും 25-ന്റെ ഉത്സവ ദിവസത്തോടനുബന്ധിച്ച് 3500-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചുകൊണ്ടുള്ള ഡിപ്ലോയ്മെന്റ് സ്കീമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. പോലീസിന്റെ പ്രധാനമായിട്ടുള്ള കൺട്രോൾ റൂം, 10ഓളം എയ്ഡ് പോസ്റ്റുകൾ, അതോടൊപ്പമുള്ള വുമൺ കൺട്രോൾ റൂമുകളൊക്കെ എല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. നാളെ മുതൽ പൊങ്കാല മഹോത്സവം ആരംഭിക്കും. രാവിലെ തോറ്റമ്പാടി കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തുന്നതോടെ ഉത്സവത്തിന് തുടക്കമാകും. വൈകിട്ട് നടക്കുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്രതാരം അനുശ്രീ നിർവഹിക്കും. ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂറിന് ആറ്റുകാൽ അമ്പ പുരസ്കാരം സമ്മാനിക്കും. ഫെബ്രുവരി 25-ന് അനന്തപുരിയെ യാഗശാലയാക്കി ദേവിക്ക് പൊങ്കാല സമർപ്പണം നടക്കും. ജനം, തിരുവനന്തപുരം.